മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിൽ ഏകദേശം 300-ലധികം ആളുകൾക്ക് പെട്ടെന്ന് അകാരണമായിട്ട് ഭയങ്കരമായിട്ട് മുടികൊഴിച്ചിലുണ്ടായ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നോ? അവര് റേഷൻ കടയിൽ നിന്നും വാങ്ങിയ ഗോതമ്പ് ഭക്ഷിച്ചിട്ടാണ് അത് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് ഇതിന്റെ പ്രശ്നം പ്രധാനമായിട്ട് മനസ്സിലാക്കിയത് ഡോക്ടർ ഹിമ്മത് റാവു ഭവാസ്കർ എന്ന് പറയുന്ന പത്മശ്രീ ജേതാവായിട്ടുള്ള ഒരു ഡോക്ടറാണ്. പീഡിയ സിസ്റ്റം വഴി വന്ന ഈ ഗോതമ്പ് പൊടിയിൽ സെലീനിയത്തിന്റെ അളവ് വളരെ കൂടുതലാണെന്നും അത് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്നും 92,000 രൂപയോളം എടുത്ത് ഒരു മാസത്തോളം പഠനം നടത്തിയിട്ടാണ് ഈ ഒരു വിവരം നമ്മളെല്ലാവരെയും അറിയിച്ചത്. ICMR ഈ വിഷയത്തിൽ പഠനം നടത്തിയിരുന്നെങ്കിലും പഞ്ചാബിൽ നിന്നും സോഴ്സ് ചെയ്യപ്പെട്ട പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി, അതായത് റേഷൻ കട വഴി വന്നിട്ടുള്ള ഈ ഗോതമ്പിൽ അല്ലെങ്കിൽ ഈ ആട്ടപ്പൊടിയിൽ സെലീനിയത്തിന്റെ അളവ് കൂടുതലാണെന്നും അതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നും അവര് ഉറപ്പിച്ച് പറഞ്ഞിരുന്നില്ല. പക്ഷേ നമ്മുടെ ഡോക്ടർ ഭവാസ്കർ നടത്തിയ പഠനത്തിൽ ഉപയോഗിക്കപ്പെട്ടത് ഈ സെയിം സാധനം. എന്നാൽ ഇത് കേട്ട പഞ്ചാബിലെ കർഷകരും അനുബന്ധ സംഘടനകളും തീർച്ചയായിട്ടും ഈ വാർത്തയെ എതിർത്തിട്ടുണ്ട്. ഒരിക്കലും നമ്മുടെ പീഡി സിസ്റ്റം വഴി വന്നോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ വീട്ട് കാരണമല്ല ഇത് ഉണ്ടായിട്ടുള്ളത്, വേറെന്തോ ഒരു പ്രൊഡക്റ്റ് അവർ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുകളുടെ മുടി കൊഴിഞ്ഞു എന്നുള്ളതും അവർക്ക് വെയ്യാണ്ടായി എന്നുള്ളതും യാതൊരു കാരണവശാലും ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. 2000ങ്ങളുടെ തുടക്കത്തിൽ പഞ്ചാബിലെ തന്നെ ഹോഷിയാർപൂർ, നവാൻഷഹർ എന്ന് പറയുന്ന 2 ഡിസ്ട്രിക്ട്സിൽ സിമിലർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഇതേപോലെ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് സെലീനിയം അവിടെയുള്ള ആ മണ്ണിൽ ഉണ്ടാവുകയും ആ മണ്ണിൽ പിന്നെ ഈ പറയുന്ന ക്രോപ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യും. അവിടുന്ന് ഉണ്ടാക്കപ്പെട്ട ഗോതമ്പ് പോലുള്ള സാധനങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടാവുകയും ജനങ്ങൾ ഭക്ഷിക്കുകയും അവർക്ക് അസുഖം വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ ഭവാസ്കർ ഒക്കെ പറയുന്നത് സിമിലർ ആയിട്ട് ശരീരത്തിന്റെ അളവ് ഒരു പരിധിയിൽ കൂടുതലുള്ള മണ്ണെന്നായിരിക്കും ചിലപ്പോൾ അവിടെ കൃഷി ഇറക്കിയതും ആ ഗോതമ്പ് ഉൽപ്പാദിക്കപ്പെട്ടതും അതായിരിക്കും പിന്നെ അവിടുന്ന് പീഡിയ സിസ്റ്റം വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടാകും. എന്തായാലും ഇവിടെ കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഭവിഷ്യത്ത് അനുഭവിക്കുന്നതും സാധാരണ ജനങ്ങളാണ്. പ്രത്യേകിച്ച് പീഡിയ സിസ്റ്റം പോലുള്ള റേഷൻ കടകളെ ഒക്കെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് അത്രയും പാവപ്പെട്ട ആളുകളായിരിക്കും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കും. ഈ ഒരു സംഭവത്തെ നമുക്ക് വേണമെങ്കിൽ വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചത് എന്നൊക്കെ പറയാം. പക്ഷെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ സർക്കാരും ജനങ്ങളൊക്കെ വളരെ ലാഘവത്തോടെ ജീവിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദുബായിലെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ കൊടുക്കുന്ന ഫുഡിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രൊഡക്ട്സിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അവിടെ ഒന്നും വിൽക്കാൻ പറ്റൂല, അവിടെ തന്നെ കെമിക്കൽസ് ഉപയോഗിക്കാൻ പറ്റൂല, അവിടെ ഓർഗാനിക് ആയിരിക്കണം, മറ്റേതായിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വീമ്പടിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ വല്ല ഷവർമ്മ കഴിച്ച ആളുകൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ സംവിധാനങ്ങളും ജനങ്ങളും ഉണരുക. അല്ലാതെ എന്താണ് കഴിക്കുന്നതെന്നോ എന്താണ് കുടിക്കുന്നതെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ശ്വസിക്കുന്നതെന്നോ നമ്മുടെ പൊതുബോധത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല. നല്ലൊരു ആരോഗ്യമുള്ള ശരീരം, നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സ്, ഒരു സമൂഹം ഉണ്ടാവണമെങ്കിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളിൽ വഴി വരുന്ന ഇത്തരം വസ്തുക്കൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഞങ്ങൾ ഭക്ഷിക്കുന്ന എല്ലാ വസ്തുക്കളിലും ഇത് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ബാധ്യതയാണ്. അതേപോലെ അത് ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാരിനെ നിർബന്ധിക്കൽ നമ്മുടെ കടമ കൂടിയാണ്.